Radio Lime News Update. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. യുകെയിലെ വാർഷിക പണപ്പെരുപ്പ നിരക്ക് ജനുവരിയിൽ 3% താഴ്ന്നതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിക്സ് അറിയിച്ചു. ഡിസംബറിൽ ഇത് 3.4 ആയിരുന്നു. പെട്രോൾ വിലക്കുറവ്, മാംസം, ബ്രെഡ്, ധാന്യവർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് വിലയിടിവ്, വിമാനയാത്രാ നിരക്കിലെ കുറവ് എന്നിവയാണ് നിരക്ക് താഴുവാൻ പ്രധാന കാരണം. എന്നാൽ ഹോട്ടൽ താമസച്ചെലവും ഭക്ഷണച്ചെലവും വർദ്ധിച്ചത് പണപ്പെരുപ്പം കുറയുന്നതിനെ ഭാഗികമായി ബാധിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പണപ്പെരുപ്പം കുറയുന്നു എന്നത് വില കുറയുന്നു എന്നർത്ഥമല്ല. അത് വിലകൾ ഇപ്പോഴും ഉയരുകയാണെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. പക്ഷേ വില ഉയരുന്നതിന്റെ വേഗം കുറയുകയാണ് എന്നതാണ് യാഥാർത്ഥ്യമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പണപ്പെരുപ്പം 2% നിലനിർത്തുകയാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. നിലവിൽ ഇത് ലക്ഷ്യത്തിന് മുകളിലാണെങ്കിലും അടുത്ത മാസങ്ങളിൽ 2% അടുത്തു വരുമെന്നും ബാങ്ക് പ്രവചിക്കുന്നു. യുകെയിൽ ഇരട്ട പൌരത്വമുള്ള ബ്രിട്ടീഷ് പൌരന്മാർക്ക് ഫെബ്രുവരി 25 മുതൽ പുതിയ പ്രവേശന നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ആശങ്കയും ആശയക്കുഴപ്പവും ഉയരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതുവരെ വിസ ആവശ്യമില്ലാത്ത രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് യുകെയിലേക്ക് യാത്ര ചെയ്യുവാൻ ആകുമായിരുന്നു. ഇരട്ട പൌരത്വമുള്ളവർക്ക് ഇനി ബ്രിട്ടീഷ് പാസ്പോർട്ട് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എൻടൈറ്റിൽമെന്റ് എന്ന ഡിജിറ്റൽ രേഖ നിർബന്ധമാകും. പുതിയ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ സംവിധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം. ETAക്ക് അപേക്ഷിക്കുവാൻ ഇരട്ട പൌരന്മാർക്ക് സാധിക്കില്ലെന്നും ആവശ്യമായ രേഖകളില്ലെങ്കിൽ വിമാന കമ്പനികൾ തന്നെ യാത്ര അനുവദിക്കാതിരിക്കാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. ബ്രിട്ടീഷ് പാസ്പോർട്ടിന് ഏകദേശം 100 പൗണ്ടും സർട്ടിഫിക്കറ്റ് ഓഫ് എൻടൈറ്റിൽമെന്റിന് 589 പൗണ്ടും ചെലവാകുമെന്നും രേഖകൾ ലഭിക്കുവാൻ ആഴ്ചകൾ കാലതാമസം ഉണ്ടാകുന്നതുമാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. പുതിയ നിയമം കാരണം സൗത്ത് അമേരിക്കയിലെ സന്ദർശനത്തിനു ശേഷം ഗ്ലാസ്ഗോയിലേക്കുള്ള സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന ഭീതിയിലാണ് ലാത്വയിൽ ജനിച്ച് 16 വർഷമായി യുകെയിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് ലാത്വിയൻ പൗരനായ ജലീന പറയുന്നത്. യുകെയിൽ ലേബർ സർക്കാർ പ്രഖ്യാപിച്ച ഏകീകൃത മിനിമം വേജ് പദ്ധതി നടപ്പിലാക്കുന്നതിൽ തിരിച്ചടി. പ്രായഭേദമന്യേ എല്ലാ മുതിർന്നവർക്കും തുല്യവേതനം ഉറപ്പാക്കണമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ നിന്ന് സർക്കാർ ഭാഗികമായി പിന്നോട്ടു പോകുന്നതായിട്ട് സൂചന. രാജ്യത്തെ തൊഴിലില്ലായ്മ 5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയതും യുവാക്കൾക്കിടയിലെ തൊഴിൽ പ്രതിസന്ധി രൂക്ഷമായതുമാണ് സർക്കാരിനെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഡിസ്ക്രിഷണറി ഏജ് ബാൻഡുകൾ നിർത്തലാക്കുമെന്ന് ലേബർ പാർട്ടി ഉറപ്പു നൽകിയിരുന്നു. 18 മുതൽ 20 വയസ്സുവരെയുള്ളവർക്കും 21 വയസ്സിന് മുകളിലുള്ളവർക്കും ഒരേ നിരക്കിൽ ശമ്പളം നൽകുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. എന്നാൽ നിലവിലെ സാമ്പത്തിക സാഹചര്യം കണക്കിലെടുത്ത് ഈ വർധനവ് മന്ദഗതിയിലാക്കുവാൻ മന്ത്രിമാർ ആലോചിക്കുന്നതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. പോപ്പുലർ ഫ്രണ്ട് ആയുധ പരിശീലന കേസിൽ ഇനി പിടിയിലാകുവാനുള്ള പ്രതികൾക്കായി അന്വേഷണം വിദേശത്ത് വ്യാപിപ്പിക്കുവാൻ ദേശീയ അന്വേഷണ ഏജൻസി. ഇന്നലെ നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ അറസ്റ്റിലായ കേസിലെ പ്രതികളിൽ ഒരാളായ മലപ്പുറം വളാഞ്ചേരി കാട്ടിപ്പരുത്തി പുലാനക്കാട്ടിൽ വീട്ടിൽ പി മൊയ്തീൻകുട്ടി എത്തിയത് UAEയിൽ നിന്നാണ്. കഴിഞ്ഞ 3 വർഷമായി മൊയ്തീൻകുട്ടി UAEയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. 2022 സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇനി പിടിയിലാകുവാനുള്ളത് 5 പേരാണ്. ഡൽഹിയിൽ നടക്കുന്ന AI ഇംപാക്ട് ഉച്ചകോടിയിൽ മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ് പങ്കെടുക്കില്ലെന്ന് സ്ഥിരീകരിച്ച സംഘാടകർ. ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ച് സംഘടനയുടെ ആഫ്രിക്ക ഇന്ത്യ മേഖല പ്രസിഡന്റ് അങ്കൂർ വോറ പങ്കെടുക്കും. പരിപാടിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗവും ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ വെബ്സൈറ്റിലെ അതിഥി പട്ടികയിൽ നിന്ന് ബിൽ ഗേറ്റ്സിന്റെ അപ്രത്യക്ഷമായതായിട്ടാണ് അഭ്യൂഹങ്ങൾക്ക് കാരണം. എപ്സ്റ്റീൻ വിവാദത്തിൽ കുരുങ്ങിയ ബിൽ ഗേറ്റ്സ് ഉച്ചകോടിക്ക് എത്തുന്നില്ല എന്ന് പ്രതിപക്ഷം ആയുധമാക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അദ്ദേഹം വരുന്നില്ല എന്ന തീരുമാനം പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് കനത്ത ചൂടിനിടെ ആശ്വാസമായി മധ്യതെക്കൻ ജില്ലകളിൽ മഴ എത്തുന്നു. ഇന്ത്യൻ മഹാസമുദ്രമായി രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ടാണ് മഴ ലഭിക്കുക. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലുമാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി കായിക വാർത്തകൾ. 2020 ലോകകപ്പിന്റെ സൂപ്പർ 8 റൗണ്ടിൽ കടന്ന് പാകിസ്ഥാൻ. ബുധനാഴ്ച നടന്ന മത്സരത്തിൽ നമീബിയക്കെതിരെ 102 റൺസിന്റെ വമ്പൻ വിജയവുമായിട്ടാണ് പാകിസ്ഥാൻ അടുത്ത റൗണ്ടിലേക്ക് കടന്നത്. ഇതോടെ A ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായി പാകിസ്ഥാൻ മുന്നേറി. 4 മത്സരങ്ങളിൽ 3 ജയിച്ച പാകിസ്ഥാന് നിലവിൽ 6 പോയിന്റുണ്ട്. ഇന്ത്യയോട് മാത്രമാണ് അവർ തോറ്റത്. സൂപ്പർ 8-ൽ ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, ശ്രീലങ്ക ടീമുകൾക്കൊപ്പമാണ് പാകിസ്ഥാൻ കളിക്കേണ്ടത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 122.97 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio